ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. എന്തായാലും പ്രവേശന നടപടികൾ അതിന്റെ രീതിയിൽ തന്നെ നടക്കുന്നു. കോടതിയുടെ അവസാന തീരുമാനം വരുമ്പോൾ അത് ബാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ വെച്ച എല്ലാ വിദ്യാർത്ഥികളും വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞ പോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജ്, അത് നിങ്ങളുടെ റാങ്ക് ഇനി കുറവാണെങ്കിൽ പോലും ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജ് തന്നെയാണ്, സീറ്റുകൾ തന്നെയാണ്, ബ്രാഞ്ച് തന്നെയാണ് ആദ്യം വെച്ചത് എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി അങ്ങോട്ട് ട്രയൽ അലോട്ട്മെന്റിന്റെയും ഫസ്റ്റിന്റെയും സെക്കൻഡിന്റെയും ഒക്കെ സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താണ് ഗൈഡൻസ് വേണ്ട, അല്ലെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ അതിനനുസരിച്ച് ചെയ്യേണ്ട സമയങ്ങളാണ്. നമ്മൾ കോളേജുകളിൽ പോയി അഡ്മിഷൻ എടുക്കണോ, എന്താണ് അതിന്റെ പ്രൊസീജിയർ, ഡോക്യുമെന്റ്സ് എങ്ങനെയാണ്, ഫീസുകൾ എങ്ങനെയാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് തന്നെ കടക്കാം. നിങ്ങൾ ഇനി ഏതെങ്കിലും ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ താഴത്തേക്കുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇൻവാലിഡ് ആവും. അതായത് നിങ്ങൾക്ക് മുകളിലോട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനും റീ അറേഞ്ച് ചെയ്യാനും നമ്മുടെ +1 പോലെ നിങ്ങൾക്ക് സാധ്യതയുള്ളത്, നിങ്ങളുടെ മുന്നിൽ ഓപ്ഷൻ ഉള്ളത്. ഇനി ട്രയൽ അലോട്ട്മെന്റ് വരട്ടെ. ഈ ട്രയൽ അലോട്ട്മെന്റിൽ വരുന്നത് തന്നെ ഫസ്റ്റിൽ ആവർത്തിക്കണമെന്നും ഇല്ല. അപ്പോൾ അതിന് നമ്മൾ കൂടുതലായിട്ട് പ്രതീക്ഷിക്കേണ്ട, പക്ഷെ ചിലത് മാറാനും സാധ്യതയില്ല എന്ന് മനസ്സിലാക്കാം. ഇനി കാറ്റഗറി റാങ്ക് ലിസ്റ്റിന്റെ കാര്യമാണ്. അത് തന്നെയാണ് ഈ വീഡിയോയിൽ വളരെ പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അതിനു മുമ്പ് ഇപ്പോഴും എന്തെങ്കിലും കൺഫ്യൂഷൻ, അവസാന സമയത്ത് കോളേജുകൾ വച്ചതിന് ശേഷം കോളേജുകൾ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് കോളേജ് പ്രഡിക്റ്റർ, കോളേജ് ദോസ്ത് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരാത്ത സ്ഥിതിക്ക് ഇപ്പോൾ അതിൽ കമ്മ്യൂണിറ്റി, നിങ്ങളുടെ കാറ്റഗറിയും അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്കും, ഇപ്പോൾ വന്നിട്ടുള്ള റാങ്കും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ടോപ്പ് 20 കോളേജ്, മറ്റു കോളേജുകളുടെ ലിസ്റ്റും അവിടെ നിങ്ങൾക്ക് കിട്ടാനുള്ള ബ്രാഞ്ചുകളും ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വെച്ചിരിക്കുന്ന ഓപ്ഷനും അതുമായിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം, കുറച്ചുകൂടി കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതോടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. കാറ്റഗറി റാങ്ക് ലിസ്റ്റ് നമുക്ക് സിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ഉടൻ ഇന്നോ നാളെയോ വരും എന്ന അപ്ഡേറ്റ് തന്നെയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാറ്റഗറി റാങ്ക് ലിസ്റ്റിന്റെ ഉപയോഗം അലോട്ട്മെന്റ് സമയത്താണ്. അലോട്ട്മെന്റ് ഇന്ന് 16 അവരുടെ പുതിയ ഷെഡ്യൂൾ അനുസരിച്ച് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ട്രയലും ഫസ്റ്റും സെക്കൻഡും ഒക്കെ നടക്കാൻ പോവാണ്. അപ്പോൾ ഈ അലോട്ട്മെന്റിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതിന് മുന്നേ തന്നെ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വന്നാലാണ് വിദ്യാർത്ഥികൾക്ക് അതാത് കാറ്റഗറിയിൽ തന്റെ മുന്നിൽ എത്ര പേരുണ്ട്, പിന്നിൽ എത്ര പേരുണ്ട്, അതിനനുസരിച്ച് അതാത് കോളേജുകളിലെ റിസർവേഷനും കൂടി കണക്കിലെടുത്തുകൊണ്ട് സീറ്റുകൾ കിട്ടുമോ ഇല്ലയോ എന്ന് ഒന്ന് ഉറപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി നേരത്തെ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന ഏറ്റവും വാർത്ത അനുസരിച്ച് നാളെ തന്നെ, അതായത് ഏറ്റവും ഉടൻ തന്നെ നമുക്ക് സിഇയുടെ വെബ്സൈറ്റ് വഴി കാറ്റഗറി റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചിരുന്നു. എന്താണ് നമ്മൾ പറഞ്ഞതാണ്, മുൻഗണനാ നമ്പറാണ്, നിങ്ങളുടെ റാങ്കിന് മാറ്റം വരില്ല. ഓരോ കാറ്റഗറിയിലെയും PDF ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, കാറ്റഗറി നമ്പർ, SI നമ്പർ അറിയാൻ സാധിക്കും. സോ അതുകൂടി കണക്കിലെടുക്കാം. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് കാത്തിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.